Hi my dear friends, എല്ലാവർക്കും MP Talksലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പുഞ്ചപ്പാടം. നമ്മൾ ഇന്നിവിടെ നിങ്ങൾക്കും നേടാം IAS എന്നുള്ള ആ ടോപ്പിക്കിൽ നമ്മൾ ഇന്നുവരെ ഡിസ്കസ് ചെയ്യുന്നത് സ്മാർട്ട് റീഡിംഗ് ആൻഡ് നോട്ട് മേക്കിംഗ് എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചാണ്. എങ്ങനെ നന്നായിട്ട് റീഡ് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെയാണ് നോട്ട്സ് തയ്യാറാക്കേണ്ടത് എന്നുള്ള വിഷയത്തിലാണ്. അപ്പോൾ അതിനു മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്ന്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുക. അതുപോലെ തന്നെ ഞാൻ പറയുന്ന ഈ നോട്ട് മേക്കിംഗ് ആൻഡ് ഈ റീഡിംഗ് മെത്തേഡ് എൻ്റേതായ ചില മെത്തേഡുകളാണ്. എനിക്ക് സ്മാർട്ടാണെന്ന് തോന്നിയ, ഞാൻ പല IAS കിട്ടിയ ആളുകളിൽ നിന്നും, ആളുകളുടെ നോട്ട്സ് മേക്കിങ്ങിൽ നിന്നും, അവരുടെ റീഡിങ്ങിൽ നിന്നും, അതുപോലെ തന്നെ എൻ്റെ ഇത്രയും വർഷത്തെ പ്രിപ്പറേഷനിൽ നിന്നും എനിക്ക് കണ്ടെടുത്ത ചില മെത്തേഡുകളാണ് ഞാൻ ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് ഇതിലും നല്ല മെത്തേഡ് സ്ട്രാറ്റജി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾ അതേ രീതിയിൽ തന്നെയാണ് റീഡ് ചെയ്യേണ്ടത് എന്ന് ഞാൻ ആദ്യമായി തന്നെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് റീഡിങ്, ഹൗ ടു റീഡ് എന്നുള്ള ടോപ്പിക്കിലാണ്. അതിൽ റീഡിങ്ങിൽ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്ന ഒന്ന് ന്യൂസ് പേപ്പർ എങ്ങനെ റീഡ് ചെയ്യാം, അതുപോലെ തന്നെ NCERT എങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ മറ്റുള്ള ബുക്കുകൾ, മറ്റ് സബ്ജക്റ്റ് ബുക്കുകൾ നമ്മൾ എങ്ങനെ റീഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് നമ്മൾ നോക്കുന്നത് ന്യൂസ് പേപ്പർ റീഡിങ് എങ്ങനെയാണെന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ന്യൂസ് പേപ്പർ റീഡിങ് സിവിൽ സർവീസ് പ്രിപ്പറേഷനിൽ ഒരിക്കലും ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണല്ലോ ന്യൂസ് പേപ്പർ റീഡിങ്. നന്നായിട്ട് റീഡ് ചെയ്ത് നല്ല നോട്ട് തയ്യാറാക്കി അത് നന്നായിട്ട് റിവിഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് IAS നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ന്യൂസ് പേപ്പർ റീഡിങ്ങിൽ ഹിന്ദു അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി മലയാളത്തിലുള്ളത് വേണമെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫ്യൂച്ചർ കേരള എനിക്ക് നല്ലൊരു പത്രമായിട്ട് തോന്നുന്നുണ്ട്. നമ്മളുടെ ടോപ്പിക്കുകളൊക്കെ അതിൽ ഡിസ്കസ് ചെയ്യാറുണ്ട് പലപ്പോഴും. ഇതിലേതെങ്കിലും ഒരു പത്രം നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുക എന്നുള്ളതാണ്. ഡെയിലി ന്യൂസ് പേപ്പർ വായിച്ചതിന് ശേഷം അതിൻ്റെ ബേസിൽ ഡെയിലി നിങ്ങളൊരു ഷോർട്ട് നോട്ട് തയ്യാറാക്കുക. ഡെയിലി നിങ്ങളൊരു പുസ്തകം തയ്യാറാക്കിയിട്ട് അതിൽ GS1, GS2, GS3, GS4 എന്നുള്ള രീതിയിലേക്ക് വേണമെങ്കിൽ അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ഡെയിലി നിങ്ങൾ നോട്ട്സ് തയ്യാറാക്കുക. അതിൻ്റെ ബേസിൽ ഷോർട്ട് ആക്കിയിട്ട് ന്യൂസിലുള്ള എല്ലാ കാര്യങ്ങളും അതേപോലെ എഴുതി വെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഷോർട്ട് നോട്ട്സ് തയ്യാറാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഡെയിലി ന്യൂസ് അനാലിസിസ് ഏതെങ്കിലും ഒരു ചാനൽ കേൾക്കാവുന്നതാണ്. ബൈജൂസ് IASൻ്റെ ഡെയിലി ന്യൂസ് അനാലിസിസ് നന്നായിട്ട് അവർ ചെയ്യുന്നുണ്ട്. നമുക്ക് പത്രത്തിൽ ഡിസ്കസ് ചെയ്യാത്ത നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ട ഈ ടോപ്പിക്കിലുള്ള കാര്യങ്ങളൊക്കെ അവർ അതിൽ കവർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ഡെയിലി ന്യൂസ് അനാലിസിസ് എല്ലാ ദിവസവും നാം പത്രം വായിച്ചതിന് ശേഷം ഇത് കേൾക്കുകയാണെങ്കിൽ അത് ഒന്നുപാടെ ആ കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുകൾ നമുക്ക് ഒരിക്കൽ കൂടി ശക്തമാവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതിനുശേഷം നിങ്ങൾ വീക്കിലി ഈ കറണ്ട് അഫയേഴ്സ് ഒന്ന് റിവേഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. ഈ റിവിഷൻ നടത്തുമ്പോൾ ഒരേ കാര്യം തന്നെ, ഒരേ ടോപ്പിക്ക് തന്നെ 1, 2, 3 ദിവസങ്ങൾ ചിലപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വീക്കിലി റിവൈസ് ചെയ്യുമ്പോൾ ആ 3 ദിവസം ഒരുമിച്ച് നടന്ന കാര്യങ്ങൾ ആകെ തുക, അതിൻ്റെ ടോട്ടലി അവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ വീക്കിലി നോട്ടിലേക്ക് ഒരു പേപ്പർ A4 പേപ്പറിലുള്ള സ്റ്റിക്ക് ചെയ്ത നോട്ടിലേക്ക് അതിലേക്ക് മാറ്റൽ ഏറ്റവും നല്ലത് വീക്കിലിയാണ്. അങ്ങനെ ആകുമ്പോൾ ആ 3 ദിവസവും ആ 4 ദിവസവും ഡിസ്കസ് ചെയ്ത് അതിൽ നമുക്ക് ആവശ്യമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിലേക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് നോട്ട്സ് തയ്യാറാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീക്കിലി അത് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് മന്ത്ലി റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് ആ കറണ്ട് അഫയേഴ്സ്. അതിനുവേണ്ടി മന്ത്ലി മാഗസിൻസ് വിഷൻ IASൻ്റെ മന്ത്ലി നോട്ട്, കറണ്ട് അഫയേഴ്സ് നോട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതിൻ്റെ ബേസിൽ നമ്മൾ തയ്യാറാക്കിയ നോട്ടും വിഷൻ്റെ നോട്ടും നന്നായിട്ട് വായിക്കുക. അപ്പോൾ അതിലില്ലാത്ത കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും അത് നന്നായിട്ട് റിവിഷൻ ചെയ്യാനും സാധിക്കുമെന്നുള്ളതാണ്. അതിനുശേഷം ഇയറിൽ 365, അതും ഞാൻ പ്രിഫർ ചെയ്യുന്നത് വിഷൻ്റെതാണ്. വിഷൻ 365 നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് അത് നന്നായിട്ട് റിവൈസ് ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ കറണ്ട് അഫയേഴ്സിൽ മാസ്റ്റർ ആയിട്ടുണ്ടാവും. അപ്പോൾ കറണ്ട് അഫയേഴ്സ് നല്ലൊരു ഹോൾഡ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് നമ്മളുടെ പ്രിലിംസിലായാലും മെയിൻസിലായാലും നന്നായിട്ട് സ്കോർ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളതാണ് നിങ്ങൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ന്യൂസ് പേപ്പർ റീഡിംഗ് നടത്തേണ്ടത്. എങ്ങനെ ഓരോ ദിവസവും പത്രം വായിക്കുക എന്നുള്ളതൊക്കെ ധാരാളം വീഡിയോസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. രണ്ടാമതായിട്ട് NCERT എങ്ങനെ വായിക്കാം എന്നുള്ളതാണ്. ന്യൂസ് പേപ്പർ റീഡിങ്ങിനെ പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു മെറ്റീരിയലാണ് NCERT എന്നുള്ളത്. NCERT 6th മുതലാണ് നമ്മൾ വായിക്കേണ്ടത്. ആദ്യമായിട്ട് പ്രിപ്പറേഷനിലേക്ക് ഇറങ്ങുന്ന ആളുകളൊക്കെ 6th മുതലുള്ള NCERT ആണ് വായിക്കേണ്ടത്. 6th മുതൽ എല്ലാ ജോഗ്രഫി, ഹിസ്റ്ററി, പൊളിറ്റി, എക്കണോമിക്സ് തുടങ്ങിയ വിഷയങ്ങളൊക്കെ +2 വരെയുള്ള
പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കേണ്ടതുണ്ട്. അതിൽ എക്കണോമിക്സ് 9th മുതലാണ് വരുന്നത്. അതുമുതലുള്ള ആ ബുക്കുകൾ വായിക്കുക എന്നുള്ളതാണ്. സയൻസ്, ജനറൽ സയൻസിൽ ഐഡിയ ഉണ്ടാകാൻ വേണ്ടി 6th മുതൽ 10th വരെ സയൻസ് വായിച്ചാൽ മതിയാവും. മറ്റുള്ള ലാംഗ്വേജ് വിഷയങ്ങളോ മാത്സോ ഒന്നും NCERT കൂടുതൽ നോക്കേണ്ടതില്ല. ഈ NCERT വായിക്കുമ്പോൾ എൻ്റെ ഒരു രീതി വായന ഫസ്റ്റ് റീഡിങ് നമ്മൾ നടത്തുന്നതാണ്. ആദ്യമായിട്ട് ഒരു പുസ്തകം എടുക്കുകയാണെങ്കിൽ 6th ജോഗ്രഫി എടുക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് ഒരു ഫസ്റ്റ് റീഡിങ്ങിൽ എനിക്ക് ഇമ്പോർട്ടൻറ്റ് തോന്നുന്ന കാര്യം ഞാൻ ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നു. ആ ഹൈലൈറ്റർ ഉപയോഗിച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നു. അങ്ങനെ ഫസ്റ്റ് റീഡിങ്ങിൽ ഞാൻ നോട്ട്സ് തയ്യാറാക്കുന്നതല്ല, ഫസ്റ്റ് റീഡിങ് നടത്തുകയാണ്. അതിനുശേഷം ഉടനെ തന്നെ സെക്കൻഡ് റീഡിങ്ങിലേക്ക് കിടക്കുകയാണ്. ഒരിക്കലും ഒരാഴ്ച കഴിഞ്ഞിട്ട് സെക്കൻഡ് റീഡിങ് എന്നുള്ള രീതിയിലല്ല, ഉടനെ തന്നെ അത് മറന്നു പോകുന്നതിൻ്റെ മുമ്പ് തന്നെ സെക്കൻഡ് റീഡിങ് നടത്തും. ആ സെക്കൻഡ് റീഡിങ്ങിലും ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നു, പ്രധാനമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഈ സെക്കൻഡ് റീഡിങ്ങിൻ്റെ കൂടെയാണ് നോട്ട്സ് തയ്യാറാക്കുന്നത് ഞാൻ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തോന്നുന്ന കാര്യങ്ങൾ നമ്മളുടെ ആ സെക്കൻഡ് റീഡിങ്ങോട് കൂടി നമ്മളുടെ നോട്ടിലേക്ക് വരുന്നു. ഷോർട്ട് നോട്ടാക്കിയാണ് അതും തയ്യാറാക്കേണ്ടത്. എങ്ങനെ നോട്ട് തയ്യാറാക്കാം എന്നുള്ളത് നമ്മൾ ഈ കാര്യം പറഞ്ഞ ശേഷം ഇന്ന് ഇവിടെ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ നോട്ട്സ് തയ്യാറാക്കുക. ഇനി കഴിയുമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി റീഡ് ചെയ്യുക. അതിലും നമുക്ക് ഇമ്പോർട്ടൻറ്റ് തോന്നുന്ന കാര്യങ്ങൾ ആ നോട്ട്സിലേക്ക് നമുക്ക് എഴുതാവുന്നതാണ്. ഷോർട്ടാക്കിക്കൊണ്ട് എഴുതുക. പറ്റുമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി നിങ്ങളുടെ സമയം, വളരെ ഡിഗ്രി പഠിക്കുന്ന സമയത്തൊക്കെയാണ് നിങ്ങൾ പ്രിപ്പറേഷൻ ആരംഭിക്കുന്നതെങ്കിൽ 4 പ്രാവശ്യമൊക്കെ വായിക്കാനുള്ള സമയം ഉണ്ടാവും. അത്രയും പ്രാവശ്യം NCERT ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ ബുക്ക് നോക്കി വായിക്കേണ്ടതില്ല. പിന്നെ നിങ്ങൾ റിവൈസ് ചെയ്യേണ്ടത് നിങ്ങൾ തയ്യാറാക്കിയ ഈ നോട്ടിൻ്റെ ബേസിലായിരിക്കണം നിങ്ങൾ NCERT റിവിഷൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതിൽ NCERT ഓരോ പല അഭിപ്രായങ്ങളുണ്ട്. പുതിയ NCERT അല്ലെങ്കിൽ ഓൾഡ് NCERT വേണമെന്നുള്ളതൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസിഷൻ ചെയ്യാവുന്നതാണ്. രണ്ടിലും നല്ല കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഹിസ്റ്ററിക്ക് +1 +2 തമിഴ്നാട് NCERT നോക്കാമെന്നുള്ള ഒരു അഭിപ്രായവും എനിക്കുണ്ട്. അപ്പോൾ ഇത്തരം രീതിയിലാണ് നിങ്ങൾ NCERT ചെയ്യേണ്ടത്, NCERT റീഡിങ്. അടുത്തതായിട്ട് മറ്റുള്ള പുസ്തകങ്ങൾ, സബ്ജക്റ്റ് പുസ്തകങ്ങൾ നമ്മൾ റീഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. ചില പുസ്തകങ്ങൾ, ഉദാഹരണമായിട്ട് ലക്ഷ്മികാന്ത് പോലത്തെ പുസ്തകങ്ങൾ നന്നായിട്ട് പല പ്രാവശ്യം റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ്. പൊളിറ്റിയിൽ നമുക്ക് ആകെ വായിക്കേണ്ടത് അല്ലെങ്കിൽ മെയിനായിട്ട് നമ്മൾ വായിക്കേണ്ടത് ലക്ഷ്മികാന്ത് തന്നെയാണ്. അപ്പോൾ അത് നോട്ട്സ് തയ്യാറാക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മാക്സിമം എത്ര പ്രാവശ്യം വായിക്കാൻ പറ്റുമോ അത്രയും പ്രാവശ്യം ലക്ഷ്മികാന്ത് വായിക്കുക എന്നുള്ളതാണ്. അതും ഞാൻ പറഞ്ഞ ആ സ്മാർട്ട് രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് റീഡിങ് നടത്തുക, ഹൈലൈറ്റ് ചെയ്യുക. സെക്കൻഡ് റീഡിങ് നടത്തുക, അപ്പോഴും ഹൈലൈറ്റ് ചെയ്യുക. ഒരു തേർഡ് റീഡിങ് കൂടി ഹൈലൈറ്റ് ചെയ്യുക. ഫോർത്ത് റീഡിങ് മുതൽ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങൾ മാത്രം വായിച്ചു പോവുക. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കാനും മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പരസ്പരം നമ്മുടെ ബ്രെയിൻ കണക്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആണ് മറ്റുള്ള പുസ്തകങ്ങൾ. ചില പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ സെക്കൻഡ് റീഡിങ്ങോട് കൂടി തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾ നോട്ട്സ് തയ്യാറാക്കേണ്ടതുണ്ട്. ലക്ഷ്മികാന്ത് പോലത്തെ പുസ്തകങ്ങൾ നിങ്ങൾക്ക് നോട്ട്സ് തയ്യാറാക്കാനുള്ള ബുദ്ധിമുട്ടാണ്. മറ്റുള്ള ഹിസ്റ്ററി, ജോഗ്രഫി പുസ്തകങ്ങളൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ കൂടെ സെക്കൻഡ് റീഡിങ്ങോട് കൂടി നിങ്ങൾ നോട്ട്സ് തയ്യാറാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത്തരത്തിലാണ് നിങ്ങൾ സിവിൽ സർവീസിന് വേണ്ടി വായന നടത്തുന്നത് ഏറ്റവും നല്ലത് എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നോട്ട്സ് തയ്യാറാക്കാം എന്നുള്ളതാണ്. നമുക്കറിയാം റീഡിങ്ങിൽ നോട്ട്സ് തയ്യാറാക്കണം എന്നുള്ളത് ഞാൻ അവിടെ നിന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിലെങ്ങനെ നോട്ട്സ് തയ്യാറാക്കാം. നോട്ട്സ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ചെയ്യാൻ കഴിയുന്നത് ഒന്ന് A4 ഉപയോഗിച്ച് നോട്ട്സ് തയ്യാറാക്കുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണ നോട്ട് ബുക്ക് ഉപയോഗിക്കുന്നതിന് പകരം A4 ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയ കാര്യങ്ങൾ അപ്ഡേഷൻ ഉണ്ടാകുമ്പോൾ നമുക്കതിൽ എഴുതി ചേർക്കാനും അതിൻ്റെ കൂടെ തന്നെ അവിടെ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. A4 ആക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഷോർട്ട് നോട്ടാക്കിയിട്ട് നിങ്ങൾ തയ്യാറാക്കണം. നമ്മൾ വായിക്കുന്ന ആ കാര്യങ്ങൾ മുഴുവനായിട്ട് ഇവിടെ എഴുതി വെക്കുക എന്നുള്ളത് അത് ബുദ്ധിമുട്ടാക്കും. അത് നമ്മളുടെ സമയം, അതുപോലെ തന്നെ അത് സമയം വേസ്റ്റ് ആവുന്നതിനും അത് നമ്മളുടെ വായനയെ വേഗത വളരെയധികം കുറയ്ക്കുന്നതിനും കാരണമാകും. അതുകൊണ്ട് ഷോർട്ടാക്കിയിട്ട് എഴുതി തയ്യാറാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സിമ്പിളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നമ്മുടെ റൈറ്റിങ്ങിൽ സിമ്പിളുകളും ഷോർട്ട് ഫോമുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, വേഗത കൂട്ടാം. അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കുമ്പോൾ പിക്ചേഴ്സ്, ഗ്രാഫുകളൊക്കെ ഉൾപ്പെടുത്തിയും സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ നോട്ട് മെയിൻസിനും നമുക്ക് എസ്സേക്ക് ഒരു ടോപ്പിക്കിൽ നമ്മൾ നോട്ട് തയ്യാറാക്കുകയാണെങ്കിൽ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയർസ് ബേസിലാണ് നോട്ട് ഉണ്ടാക്കുന്നതെങ്കിൽ കറണ്ട് അഫെയർസ് ബേസിൽ കാര്യങ്ങൾ അന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എഴുതിയതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട ഫാക്റ്റുകൾ നമ്മൾ കണ്ടെത്തി അതിലേക്ക് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്സുകൾ കണ്ടെത്തി അതിലേക്ക് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിക്ചേഴ്സ് എന്തെങ്കിലും വരയ്ക്കാനുള്ള, ജോഗ്രഫിയൊക്കെ ആണെങ്കിൽ വരയ്ക്കാനുള്ള പിക്ചേഴ്സൊക്കെ അതിലേക്ക് ആഡ് ചെയ്താൽ, അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ഒരു എസ്സേ വന്നാൽ എഴുതാനുള്ള കാര്യങ്ങൾ മൊത്തം നമ്മളുടെ നോട്ടിൽ തന്നെ തയ്യാറായിട്ടുണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ ഗുണം.
അതേപോലെ തന്നെ മറ്റുള്ള പുസ്തകങ്ങളൊക്കെ നോട്ട്സ് നിങ്ങൾ തയ്യാറാക്കി ഇതിലേക്ക് ചെയ്യേണ്ടതുണ്ട്, നിങ്ങളുടെ നോട്ടിലേക്ക് ആക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ഷോർട്ടാക്കിയിട്ടായിരിക്കണം, കൂടുതൽ എഴുതിക്കൊണ്ട് തയ്യാറാക്കരുത്. പിന്നെ പ്രിലിംസ് ആൻഡ് മെയിൻസിനും 2 രീതിയിലുള്ള നോട്ട്സും തയ്യാറാക്കുക എന്നുള്ളതും നല്ലത് തന്നെയാണ്. അതൊന്ന് ഫാക്റ്റ് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രിലിംസിലേക്കുള്ള നോട്ട്സും അതിനുശേഷം മെയിൻസുമായി ബന്ധപ്പെട്ട ഒരു നോട്ട്സും പ്രിലിംസിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഇങ്ങനെ നോട്ട്സ് ഉണ്ടാക്കിയാലുള്ള അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്നാമതായിട്ട് അത് നമുക്ക് ഒരു റിവിഷൻ, നമ്മൾ തയ്യാറാക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, ഒരു റിവിഷൻ കിട്ടുന്നു എന്നുള്ളതാണ്. നോട്ട്സ് തയ്യാറാക്കാതെ വായിക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റ പ്രാവശ്യമേ നമ്മൾ അവിടെ വായിക്കുന്നുള്ളൂ. എന്നാൽ അതിന് പകരം ആ വായിക്കുന്നതിന് കൂടെ നമ്മൾ നോട്ട്സ് തയ്യാറാക്കുകയാണെങ്കിൽ നോട്ട്സ് തയ്യാറാക്കുമ്പോൾ വീണ്ടും നമ്മളൊന്ന് വായിച്ചു നോക്കുന്നു. അപ്പോൾ അവിടെ തന്നെ നമുക്ക് 2 പ്രാവശ്യം വായിച്ച ഒരു അവസ്ഥയാണ് കിട്ടുന്നത്. ഒരു റിവിഷൻ അവിടെ തന്നെ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് റിവിഷൻ എഴുത്തിലൂടെ ഒരു റിവിഷനും സാധ്യമാവുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്, നമുക്ക് കാര്യങ്ങൾ വെറും വായിച്ചു പോകുന്നതിന് പകരം എഴുതി വെക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒന്നുപാടെ വ്യക്തമായ രീതിയിൽ ആ കോൺസെപ്റ്റ് ആയാലും ആ കാര്യമായാലും ആ സംഭവമായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതും ഇതിൻ്റെ ഒരു ഗുണം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊന്നാണ് മെമ്മറി പവർ. നമുക്ക് എഴുതി 2 പ്രാവശ്യം, ഒരു പ്രാവശ്യം വായിക്കുകയും ഒരു പ്രാവശ്യം എഴുതുകയും ചെയ്യുമ്പോൾ നമ്മുടെ മെമ്മറി അത് കൂടാനും ഹെൽപ്പ് ചെയ്യുമെന്നുള്ളതാണ്. കൂടുതൽ സമയത്തേക്ക് അത് ഓർത്തിരിക്കാൻ നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ് റൈറ്റിങ്ങിൻ്റെ മറ്റൊരു ഗുണം. അതുപോലെ തന്നെ മറ്റൊരു ഗുണം റൈറ്റിംഗ് പ്രാക്ടീസ് നമുക്കുണ്ടാവുന്നതാണ്. നമ്മൾ നോക്കി എഴുതുകയാണെങ്കിൽ കൂടിയും അതിലൂടെ നമുക്ക് റൈറ്റിംഗ് പ്രാക്ടീസും നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഈ നോട്ട്സ് തയ്യാറാക്കുന്നതിൻ്റെ മറ്റൊരു ഗുണമായിട്ട് ഞാൻ പറയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു ഗുണം ഈസി ടു റിവൈസ്. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് റിവൈസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ സമയമെടുക്കുന്ന യാതൊരു സംശയമില്ല. എന്നാൽ അതേ സമയത്ത് നമ്മൾ തയ്യാറാക്കിയ ഈ ഷോർട്ട് നോട്ട് ഉപയോഗിച്ചാണ് റിവിഷൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ ഈസി ടു റിവിഷൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും, അഥവാ പെട്ടെന്ന് റിവിഷൻ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഗുണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇത് എൻ്റെ ഒരു മെത്തേഡാണ്. ഈ രീതിയിൽ നോട്ട്സ് തയ്യാറാക്കാനും അതുപോലെ തന്നെ ഈ രീതിയിൽ വായിക്കാനും നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടേതായ നല്ല മെത്തേഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ പിന്തുടർന്ന് വിജയം കൈവരിക്കുന്നത് വരെ പ്രവർത്തിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ കാണാം. ഗുഡ് ബൈ.